ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിന്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. സാത്വിക വിശുദ്ധമായ ഒരു കാവ്യദർശനം മുന്നോട്ട് വെച്ച മനുഷ്യസ്നേഹിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന പ്രസിദ്ധമായ കവിതയെക്കുറിച്ചുള്ള പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. ഭൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വെളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. അയ്യയ്യ വരവം വെളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപലപ്പാടും പണ്ടങ്ങ്. കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപലപ്പാടും പണ്ടങ്ങ്. അരുകിനലു കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. മലയാള കാവ്യമേഖലയ്ക്ക് സവിശേഷമായ ഒരു ലാവണ്യാനുഭവം സമ്മാനിച്ച കവിതയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. ഗ്രാമീണ കർഷക ജീവിതത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജീവിതത്തിന്റെ സർഗാത്മക പകർച്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം. ഒരു കർഷകന്റെ നന്മയും വിശുദ്ധിയും നിർബുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഈ കവിയുടെ ജീവിതം അനാർഭാടമായിരുന്നു. കവിതയും അതുപോലെ തന്നെയായി മാറി. മാനവികതയുടെ പ്രത്യയശാസ്ത്രമായിരുന്നു ഇടശ്ശേരി ഉയർത്തിപ്പിടിച്ചത്. പ്രസിദ്ധിയുടെയോ സമ്പത്തിന്റെയോ പിറകെ പോകാതെ ഒരെഴുത്തുകാരന്റെ കടമ നിർവഹിച്ച ഇടശ്ശേരിയുടെ കവിതയുടെ മൂല്യം മലയാളി തിരിച്ചറിയുന്നത് തന്നെ വളരെ വൈകിയാണ്. അത്രമാത്രം സ്വകാര്യമായ ഒരു പ്രവൃത്തിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കവിതാരചന. കവിതാരചനയിലും ജീവിതരീതിയിലും പുലർത്തിയ അഗാധമായ സാമൂഹിക പ്രതിബദ്ധതയും മനുഷ്യസ്നേഹവും സമകാല കവികളിൽ നിന്നും ഇടശ്ശേരിയെ വ്യതിരിക്തനാക്കി നിർത്തി. തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. നേരവും നിലയും വിട്ടാവഴി പോം ചെറുവാല്യക്കാരെ ഇവളാകർഷിച്ചതിചതുരമേഴു നിലമാളികയായി തോന്നും. 7 നിലമാളികയായി തോന്നും. കരിമ്പനമേലവരെ കേറ്റി കുരലിൽ വയ്ക്കും. തഴുകിയുറങ്ങിടുമത്തരുണരുടെയുപ്പേറും കുരുതിവൾ നൊട്ടി നുണച്ചിറക്കും. പറയന്റെ കുന്നിന്റെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും. ഈ അസത്ത് ഭൂതത്തിന് എന്തിനാ നമ്മള്
നെല്ലും മുണ്ടും ഒക്കെ കൊടുക്കുന്നത് എന്നല്ലേ? ആവു, കൊടുക്കാഞ്ഞാൽ പാപമാണ്. ഇതെല്ലാം ഭൂതം പണ്ട് ചെയ്തതാണ്. ഇപ്പോൾ അതാരെയും കൊല്ലില്ല. ഭൂതത്തിന് എപ്പോ ജീവിതത്തിലെ പരുഷവും പരുക്കനുമായ ചിത്രങ്ങൾ ഇടശ്ശേരി കവിതയിൽ സുലഭമാണ്. ഇടത്തരക്കാരന്റെയും അടിസ്ഥാനവർഗത്തിന്റെയും പ്രശ്നങ്ങൾ കവിതയിലൂടെ ആവിഷ്കരിച്ച ഇടശ്ശേരി വിപ്ലവബോധമുള്ള ഒരു ഗാന്ധിയനായിരുന്നു. ജീവിതരീതിയിൽ അങ്ങേയറ്റം സാത്വികത പുലർത്തിയ ഈ കവി മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിപ്ലവകാരിയായി മാറുന്നു. എല്ലാ ദുഃഖങ്ങളെയും തകർത്തെറിഞ്ഞ് മുന്നോട്ടു പോകുവാൻ ഉള്ള കരുത്ത് ഇടശ്ശേരിയുടെ കവിത നമുക്ക് നൽകുന്നു. ഇടയ്ക്ക് കണ്ണീരുപ്പു കലരാതെന്തിന് ജീവിത പലഹാരം എന്ന മന്ത്രസമാന വരികൾ ജീവിതത്തിന്റെ ഏത് വിഷമഘട്ടത്തിൽ നിന്നും കരകയറുവാൻ നമ്മെ സഹായിക്കുന്നു. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നാണ് ഈ കവി നമ്മെ പ്രചോദിപ്പിക്കുന്നത്. ഇടപ്പള്ളി പ്രസ്ഥാനത്തിന്റെ സർവാതിശയായിയായ പ്രഭാവകാലത്ത് അതിന്റെ കാന്തിക ആകർഷണത്തെ ചെറുത്തുനിന്നുകൊണ്ട് സ്വകീയമായൊരു ശൈലിയും ദർശനവും കാത്തുസൂക്ഷിച്ച കവിയാണ് ഇടശ്ശേരി. പൂമാല്യം ചെപ്പേണ ചെമ്മണി കുത്തുമൂലകളിൽ ചേലിലിഴയും പൂമാല്യം പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം ചോപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട ചോപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം. ഗ്രാമജീവിതവും അതിനെ രൂപപ്പെടുത്തുന്ന നാടൻ പുരാവൃത്തങ്ങളും നാടൻ പാട്ടുകളും ഗ്രാമീണ വിശ്വാസങ്ങളും എല്ലാം ഇടശ്ശേരിയുടെ കവിതയുടെ രചനയെ സഹായിച്ചിട്ടുണ്ട്. അവയെ തന്റെ കാവ്യദർശനത്തിന്റെ ഭാഗമാക്കുമ്പോൾ പോലും മാനുഷിക മുഖമല്ലാത്ത വിശ്വാസങ്ങളെ അദ്ദേഹം നിരാകരിക്കുവാൻ കൂടി മടി കാണിച്ചില്ല. പൂതപ്പാട്ട് എന്ന കവിത ഒരു ഗ്രാമീണ പ്രാദേശിക വിശ്വാസത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇടശ്ശേരിയുടെ കാവ്യസാമ്രാജ്യത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന മാതൃസങ്കല്പത്തിന്റെ സ്നേഹാർദ്രമായ തെളിമയാണ് പൂതപ്പാട്ടിനെ ഉജ്ജ്വലമാക്കുന്നത്. ഡോക്ടർ എം ലീലാവതി ഇതിനെക്കുറിച്ച് പറയുന്നു. സമൂഹാബോധത്തിൽ നിദ്രാണമായി കിടക്കുന്ന മാതൃബിംബത്തെ അതിന്റെ വൈവിധ്യങ്ങളോടെ ആവിഷ്കരിക്കുന്ന കൃതികളാണ് പൂതപ്പാട്ടും കാവിലപ്പാട്ടും. മിത്തുകളിൽ കേന്ദ്രിതമാണ് അവ രണ്ടും. ഉണ്ണിയെ അപഹരിച്ച പൂതത്തിന് തന്റെ കണ്ണു ചൂഴ്ന്നെടുത്തു കൊടുത്ത അവനെ വീണ്ടെടുക്കുന്ന അമ്മയാണ് പൂതപ്പാട്ടിലേത്. ഈ കവിതയിലൂടെ സ്നേഹത്തിന്റെ, മാതൃത്വത്തിന്റെ, ത്യാഗത്തിന്റെ തത്വശാസ്ത്രമാണ് കവി വിളംബരം ചെയ്യുന്നത്. എന്താ ഭൂതത്തിന് വ്യസനമെന്നോ? കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു, നങ്ങേലി കാച്ചിയ മോരോട്
ഓടിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണി പൂന്തുട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞുമയങ്ങു നങ്ങേലി, ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയിൽ കവിത ആലപിച്ച വി കെ ശശിധരൻ, രാജീവ് കാറൽമണ്ണ, ദേവിക രാജീവ്, ശാലിനി രാജീവ് എന്നിവരോടും കവിതാരാമം യൂട്യൂബ് ചാനലിനോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസിഗർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്. ഒരു സ്വർണമാലിക പോൽ